ജയ് ഭീം. ഞാൻ അരുൺ കാർത്തിക്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം വളരെ വേദനാജനകവും അതിലേറെ ആശങ്കാജനകവുമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ്. വീഡിയോ മുഴുവനായും കാണുക. കണ്ടിട്ട് പരമാവധി ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വ്യക്തമായി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി വ്യക്തമായി രേഖപ്പെടുത്തുക. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SC ST വിഭാഗത്തിന് കൊടുത്തു തീർക്കുവാനുള്ള കുടിശ്ശിക 158 കോടി രൂപ. 158 കോടി രൂപയാണ് ഇപ്പോൾ SC ST വിഭാഗത്തിന് കൊടുത്തു തീർക്കുവാനുള്ള കുടിശ്ശികയായി ഈ ഗവൺമെൻറ് ബാക്കി വച്ചിരിക്കുന്നത്. ഏകദേശം പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഇനത്തിൽ 9.42 കോടി രൂപയും മിശ്ര വിവാഹ ധനസഹായമായിട്ട് കൊടുക്കേണ്ടത് 65 കോടി രൂപയും വിദേശ തൊഴിൽ ധനസഹായം ഏകദേശം 56 കോടി രൂപയും ഉൾപ്പെടെ നിരവധി ഇനത്തിൽ കോടിക്കണക്കിന് രൂപ SC ST വിഭാഗത്തിന് കൊടുത്തു തീർക്കുവാൻ ഇപ്പോൾ ഈ സർക്കാരിനുണ്ട്. അത് കൊടുത്തു തീർക്കാത്തത് എന്നും കേരളത്തിലെ ദളിതന്റെ കൂടെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ കൂടെയാണ് എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് കാണിക്കുന്ന ഈ തന്തയില്ലായ്മ, അങ്ങനെ തന്നെ പറയണം, പിണറായി വിജയൻ ഗവൺമെന്റ് കാണിക്കുന്ന ഈ തന്തയില്ലായ്മ, SC ST വിഭാഗത്തോട് കാണിക്കുന്ന ഈ നെറുകേട്, അത് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. ഇതിന് വ്യക്തമായ മറുപടി കൊടുക്കുവാൻ ഇവിടുത്തെ കേരളത്തിലെ ദളിത് സമൂഹവും ആദിവാസി സമൂഹവും തയ്യാറാവണം. പച്ചകലക്കി സഖാക്കൾ എന്ന് പറയുന്ന PKS എന്ന് പറയുന്ന ഇവിടുത്തെ പട്ടികജാതി വിഭാഗത്തിന്റെ തൊഴുത്തുണ്ടല്ലോ, ആ തൊഴുത്തിൽപ്പെട്ട കുറെ നാറികളുണ്ട്, പരനാറികൾ, അങ്ങനെ തന്നെ ഞാൻ പറയും. ഇവന്മാർക്ക് ഇവിടുത്തെ SC വിഭാഗത്തിന് ഇത്രയും കുടിശ്ശിക കൊടുത്ത് തീർക്കുവാനുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സമരമോ ബാക്കിയുള്ള കാര്യങ്ങളോ ഈ പിണറായി വിജയൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയമോ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ AKS 2 തൊഴുത്തുകളുണ്ട്, ദളിതനും അതുപോലെ ആദിവാസികൾക്കും വേണ്ടിയിട്ട് 2 തൊഴുത്തുകളുണ്ട്. പട്ടികജാതി ക്ഷേമ സമിതിയും അതുപോലെ തന്നെ ആദിവാസി ക്ഷേമ സമിതിയും എന്ന് പറയുന്ന 2 തൊഴുത്തുകളുണ്ട്. ആ തൊഴുത്തുകളിൽ കെട്ടിയിട്ടുള്ള കന്നുകാലികൾ, പോത്തിനേക്കാൾ കഷ്ടമായ കന്നുകാലികൾ, അങ്ങനെ തന്നെ ഞാൻ വിളിക്കും, പോത്തിനേക്കാൾ കഷ്ടമായ കന്നുകാലികൾ. മറ്റേ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ അദ്ദേഹം പറയുന്നത് പേട്ടുപോത്തുകൾ എന്ന് പറയുന്നുണ്ട്. ആ പേട്ടുപോത്തുകളെക്കാൾ വിവരമില്ലാത്ത, അത്ര പോലും നെറിയില്ലാത്ത കുറച്ച് നാറികൾ ഇവിടെ PKSലും AKSലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവന്മാര് ഈ നിമിഷം വരെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും പറഞ്ഞ് നമ്മൾ കണ്ടില്ല. ഈ വിഷയം പറയുമ്പോൾ കുറച്ച് വികാരാധീനനാവുന്നുണ്ട്. കാരണം എന്തുകൊണ്ടെന്നാൽ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട് ഇവിടുത്തെ ദളിതന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെ കൂടെയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട്. പട്ടികജാതിക്കാരന്റെ വോട്ട് മാത്രം മതി. EWS നടപ്പിലാക്കിക്കൊണ്ട് പട്ടികജാതിക്കാരന്റെ മേലെ അടുത്ത ഒരു അടി കൂടി അവർ തന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയും ഇവർ മിണ്ടിയിട്ടില്ല. EWS എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് പലതവണ പലരും പല രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് പോലും അത് കഴിഞ്ഞിട്ട് ഇപ്പോ പട്ടികജാതിക്കാരനൊരു മന്ത്രി ഇല്ലാത്തൊരു ഗവൺമെന്റ്, അത് പിണറായി വിജയൻ ഗവൺമെന്റ് ആണ്. ഇതിനൊന്നും ഇവിടെ ആർക്കും യാതൊരു പ്രശ്നവും കാണുന്നില്ല. പട്ടികജാതിക്കാരന്റെ വോട്ട് മാത്രം മതി, പട്ടികജാതിക്കാരന്റെയും അതുപോലെ തന്നെ ആദിവാസികളുടെയും വോട്ട് മാത്രം മതി. അവരെ എങ്ങനെ തഴഞ്ഞാലും പിണറായി വിജയനും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാമൂഹികമായിട്ടുള്ള മറ്റാരും അതിനെ ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പും ഒരു ധാർഷ്ട്യവും ഈ തന്തയില്ലായ്മ കാണിക്കാൻ ഈ പ്രസ്ഥാനത്തെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും വലിയ തന്തയില്ലായ്മ കാണിക്കാൻ ഈ പ്രസ്ഥാനത്തെ പ്രേരിപ്പിക്കുന്നത് ഇവിടുത്തെ പട്ടികജാതിക്കാരൻ വീണ്ടും വീണ്ടും ഈ നാറികൾക്ക് വോട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ട് ഇത്രയും വികാരാധീനനാവുന്നു? ഇത് സങ്കടകരമായ ഒരവസ്ഥയാണ്, അതുപോലെ തന്നെ ബീഭത്സമായ ഒരവസ്ഥയാണ്. നമ്മൾ കാണണം, കണ്ടിരിക്കണം, ഇത് മനസ്സിലാക്കിയിരിക്കണം. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തു വരികയാണ്, ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തു വരികയാണ്. ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തു വരുമ്പോൾ ഇതിനുള്ള ചുട്ട മറുപടി ഈ നാറികൾക്ക് ഓരോ വാർഡിൽ നിന്നും എൻ്റെ സഹോദരങ്ങൾ കൊടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഒരു കാരണവശാലും ഈ വിഷയം നമ്മൾ തട്ടിക്കളയരുത്. നമുക്ക് കിട്ടാനുള്ള നമ്മളുടെ അവകാശങ്ങൾ, നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഇവിടുത്തെ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ള തുക എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് കിട്ടിയില്ല എന്നുള്ള ചോദ്യം കൃത്യമായി വോട്ട് ചോദിക്കാൻ വരുന്ന ഈ നാറികളോട് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവം ഇവിടുത്തെ പട്ടികജാതിക്കാരൻ കാണിക്കണം. കാണിക്കാതിരുന്നാൽ വീണ്ടും ഈ നാറികൾ നമ്മളെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും.
ഒരിക്കലും ഒരു കാരണവശാലും ഇവന്മാർക്ക് ഇനി വോട്ട് ചെയ്ത് വിജയിപ്പിക്കരുത്. ഈ നാറിയ പ്രസ്ഥാനം ഈ കേരള മണ്ണിൽ നിന്ന് പട്ടികജാതിക്കാർ തന്നെ തൂത്തെറിയണം. അതിന്റെ കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ദളിതനെ എന്നും ദളിതനായിട്ട് തന്നെ, ദളിതൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ചിതറിപ്പോയവനെന്നാണ്. ചിതറിയവനായിട്ട് തന്നെ എന്നും നിലനിർത്തുന്നത് ഇവിടെ കേരളത്തിൽ ഈ പട്ടികജാതിക്കാരനെ ദളിതനായിട്ട് നിലനിർത്തുന്നത് ഇവിടുത്തെ CPM തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്, ഒരു കാരണവശാലും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നാറികൾക്ക് വോട്ട് ചെയ്ത് ഇവന്മാരെ വിജയിപ്പിക്കരുത്. അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി നിയമസഭ ഈ നാറികൾ കാണരുത്. ഇനി ഒരിക്കലും നിയമസഭയുടെ പടി ഇവിടുത്തെ ഒരൊറ്റ ഇവിടുത്തെ ഒരൊറ്റ മാർക്സിസ്റ്റ് നേതാക്കളും കയറരുത്. അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജയ് ഭീം.